നമ്മുടെ വീഡിയോയുടെ അടി വന്നിട്ട് ഞാൻ ചെയ്തേക്കുന്ന ചില വീഡിയോസിൻ്റെ അടി വന്നിട്ട് ആ വീഡിയോ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചെയ്തേക്കുന്ന അത് ഫേക്കാണ്, അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതൊന്നും നമ്മുടെ ചാനലിലേക്ക് അലോ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അത് നമ്മൾ അലോ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വ്യൂവേഴ്സിനെയും കൂടെ അത് ബാധിക്കും. ഞാൻ ചെയ്യുന്ന കള്ളത്തരമാണെന്ന് വിചാരിച്ച് മറ്റുള്ളവർ നമ്മുടെ വീഡിയോയിലേക്ക് കയറാതെ വരും. പക്ഷേ അത് എന്തുകൊണ്ടാണ് കള്ളത്തരം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തായാലും നിങ്ങളത് കാണിച്ചു തരാം. ഞാൻ എന്തോ ചെയ്തേ, അതിനകത്ത് എന്തോ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ തന്നെ നോക്കൂ. ഇതാ ഈ കാണുന്നതാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത ആ ഭാഗം. ഇതിപ്പോഴും ഇങ്ങനെ തന്നെ കവർ കെട്ടി ഞാൻ വെച്ചേക്കുവാണ്. ഇതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ഇത് ഈ ഒരു മരത്തിലാണ് നമ്മൾ വേര് കിളിപ്പിച്ചിറക്കി കട്ട് ചെയ്തെടുത്തത്. ഇത് ഏകദേശം 3 മാസം മുമ്പേ നമ്മൾ ചെയ്ത് എടുത്ത് അത് വർക്കാവുന്ന കണ്ടതിന് ശേഷമാണ് മറ്റേ വീഡിയോ ചെയ്തത്. ഈ കാണുന്നത് നമ്മൾ അത് കട്ട് ചെയ്ത് കൊട്ടയിലേക്ക് മാറ്റി നട്ടതാണ്. ഏകദേശം നടിപ്പം ഇതെല്ലാം കിളിച്ച് വരുന്നുണ്ട്. നമ്മൾ ആകെ ചെയ്തേക്കുന്ന ഇതിനകത്ത് വന്നേക്കുന്ന കമ്പുകൾ മാത്രം മുറിച്ച് കളഞ്ഞു. നമ്മൾ നട്ടതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കമ്പെല്ലാം വാടിപ്പോയി. അങ്ങനെ നമ്മൾ കമ്പ് മുറിച്ച് കളഞ്ഞു. അതിന് ശേഷം കിളിച്ച് വന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് ഫേക്കല്ല. ഫേക്കാണെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കൊട്ടയ്ക്കകത്ത് കൊണ്ട് നട്ടിങ്ങനെ കിളിപ്പിച്ചേക്കുന്ന കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ കാണുവാണെങ്കിൽ അറിയാം. കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മളത് ഇങ്ങനെ മാറ്റിയിട്ട്. ഇത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഞാനും ഇത് ആദ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കും ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇതിനകത്ത് ഇനി കാ പിടിക്കുമെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാ പിടിക്കുന്ന കമ്പാണോ ഇങ്ങനെ ചെയ്തെടുത്തതെന്ന് എന്നോട് ചോദിച്ചു. എനിക്കത് അറിയത്തില്ല. ഞാനും യൂട്യൂബിൽ വീഡിയോ നോക്കിയാണ് ഞാനും ഇത് ചെയ്തത്. പിന്നുള്ളത് ഈ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയും കണ്ടിട്ട് കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ കിളിക്കത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഇതിപ്പോൾ ഏകദേശം 15-20 ദിവസം ആയിട്ടേ ഉള്ളൂ ഈ രീതിയിൽ കിളിച്ചിട്ട്. ഇത് നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ തെറ്റിച്ചെടിക്കകത്ത് കിളിപ്പ് വരുന്നതാണ്. സാധാരണ നമ്മൾ തെറ്റിയൊന്ന് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ 15 ദിവസം കൊണ്ട് കിളിച്ച് വരത്തില്ലെന്നല്ല, ചിലപ്പോൾ അത് പനലായിപ്പോവും. പക്ഷേ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിളിക്കും. പിന്നെ ആകെ നമുക്ക് പറ്റിയതുകൊണ്ട് ഈ ഒരു കമ്പ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഇന്ന് ഒരു വേറൊരു കമ്പ് ഇതിൻ്റെ മേളിൽ വന്ന് വീണ് ഇത് പോയതാണ്. ഇതിൻ്റെ ക്ലിപ്പ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഇല്ലെങ്കിൽ ഇതും കിളിച്ച് നിൽക്കുന്ന വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഫേക്കല്ല. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ടും കിളിച്ചിരിക്കും. 100% ഉറപ്പായിട്ടും നിങ്ങൾക്കിത് വർക്കായിരിക്കും. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ നട്ട് കിളിപ്പിച്ചാണ് ഇത് കിളിക്കുന്ന കണ്ടതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ തന്നെ ചെയ്തത്. ഞാനും യൂട്യൂബ് തന്നെ നോക്കിയാണ് വീഡിയോ ഓരോന്ന് കണ്ട് പഠിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്ത് നോക്കും. അത് കിളിക്കുമെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ. ആ വീഡിയോ വർക്കാവും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ. എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നുള്ള ഒരെണ്ണം ഇതാ കേട്ടോ. ഇത് ഞാൻ ഒരു വീഡിയോയും കോപ്പി അടിക്കാതെ ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ മടൽ വെച്ചുണ്ടാക്കുന്ന ചട്ടുകം. ഇതിനകത്തൊക്കെ വന്നേക്കുന്ന കമൻറ്റ് എനിക്ക് തന്നെ അറിയത്തില്ല എന്തുവാണ്. ഇത് കൊള്ളത്തില്ല, പനലായി പോവും, ഷോക്കേഴ്സ് വെക്കാനേ കൊള്ളത്തുള്ളൂ, ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ഇത് പനലായി പോകത്തില്ല, മടലാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിന് കട്ടിയില്ല, ഇത് പനലായി പോകുന്നു. അങ്ങനല്ല, ഇത് പനലായി പോകത്തില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര മാസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണെന്നുള്ളത് അറിയാം. യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 8 മാസം മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് വീഡിയോ വർക്കാവാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഇട്ടതാണ്. പിന്നീട് വീഡിയോ ഇട്ടപ്പോഴാണ് ഏകദേശം 2 ലക്ഷം പേരോളം കണ്ടത്. ആദ്യം ഇട്ടപ്പോൾ ഈ വീഡിയോ ഇട്ടപ്പോൾ കണ്ട് 27-30 പേരെ കണ്ട ഈ വീഡിയോ കണ്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഏകദേശം 2 ലക്ഷം പേര് കണ്ടത്. ഇത് ഫേക്കല്ല, ഇതിപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സാധനമാണ്. ഇത് പനലായി പോകത്തില്ല. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാം. പിന്നെ ആ വീഡിയോയ്ക്ക് കുറച്ച് ക്വാളിറ്റിയുടെ കുറവും സൗണ്ട് ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. കാരണം അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ അത്ര നല്ലതല്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഫേക്കായിട്ട് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിനെ കൂടെ അത് ബാധിക്കും. ഒരു വട്ടേ ആൾക്കാർ അത് കയറി കാണത്തുള്ളൂ. പിന്നീട് അവർക്ക് അറിയാം അത് ഫേക്കാണെന്ന് അറിഞ്ഞ് പിന്നീട് അവർ ചാനലിലേക്ക് കയറത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേക്കായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കാം. കണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.